കാശ്മീർ താഴ്വരയിൽ ഫാൽഗാൻ, അവിടെ നിന്ന് 5 കിലോമീറ്റർ മാറി ഒരു വാലിയുണ്ട്. ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ ഭാഗത്തെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വാലിയുടെ താഴ്വാരം ചുറ്റിനും ചെറുതും വലുതുമായിട്ടുള്ള കുന്നുകളും മലകളുമാണ്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ഈ സ്വിറ്റ്സർലൻഡ് പോലെ ഈ ഐസ് പാളികൾ ഇങ്ങനെ മലനിരയിൽ കിടപ്പുണ്ട് പലയിടത്തായിട്ട്. അതിന് ചുറ്റും പൈൻ മരങ്ങളാണ്, പൈൻ ഫോറസ്റ്റ് മരങ്ങളൊക്കെയാണ്. ഇപ്പം ഇവിടെയാണ് അറ്റാക്ക് ഉണ്ടായത്. ഏകദേശം 100ഓളം റൗണ്ടാണ് 3ഓളം അല്ലെങ്കിൽ 4ഓളം വരുന്ന ഭീകരന്മാർ ഫയർ ചെയ്തു എന്ന് അവിടെയുള്ളവർ പത്ര ഏജൻസികളോട് പറഞ്ഞിരിക്കുന്നത്. 27ഓളം പേര് കൊല്ലപ്പെട്ടു. വളരെയധികം പേർക്ക് വളരെ സീരിയസ് ആണ്. ഇപ്പം ഞാൻ ഈ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്, ഇത് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അറ്റാക്കുമായിട്ട് ഇതിന് വലിയ സാമ്യമുണ്ട്. ഇപ്പം ഇവിടെ അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോൾ കാശ്മീരിലുണ്ടായ സമയത്ത് ഈ ഭീകരന്മാർ ആദ്യം ചെയ്തത് അവിടെയുള്ള നോൺ മുസ്ലിം, അതായത് മുസ്ലിങ്ങളെ മുഴുവനും അങ്ങ് മാറ്റി. നോൺ മുസ്ലിമായിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ ഏകദേശം 100ഓളം റൗണ്ട് ഫയർ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഡെത്ത് ഫാറ്റലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടാനുള്ള സാധ്യത വളരെയധികമുണ്ട്. വല്ലാത്തൊരു സീൻ തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി പല വാർത്താ ഏജൻസികളും പലതും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് ഹമാസിന് തുല്യമാണ് ഈ നടന്ന അറ്റാക്സ് എന്ന് പറയാനുണ്ടായ കാരണം എന്താ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്രായേലിൽ നോവ ഫെസ്റ്റിവൽ നടക്കുന്നു. നോവ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഫെസ്റ്റിവലാണ്. അപ്പം ആ ഒരു സമയത്ത് ഇസ്രായേലി ഗവൺമെൻറ് എബ്രഹാം അക്കോർഡ് സൗദി അറേബ്യയുമായിട്ട് സൈൻ ചെയ്യാൻ പോകും. കാരണം വല്ലാത്തൊരു മുഹൂർത്തം. ആ ഒരു സമയത്താണ് അവിടെ ഈ ഹമാസ് കയറി അവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുക. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോകുന്നു. സൗദി കിങ് മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് പല ട്രീറ്റുകളും ജിയോ പൊളിറ്റിക്സ് പല മാറ്റേഴ്സും ഡിസ്കഷൻ നടക്കുന്നു, സൈൻ ചെയ്യാൻ പോകുന്നു. ഇന്ത്യ, സൗദി അറേബ്യ, അതേപോലെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അതിശക്തമായിട്ട് പോകുന്നു. ഇതിലേറ്റവും അരിശം പൂട്ടി കിടക്കുന്ന പാകിസ്ഥാനാണ്. കാരണം അവർക്ക് ലൈഫിൽ പോലും കിട്ടാത്ത രീതിയിലാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നരേന്ദ്രമോദി വന്ന ശേഷം ഉണ്ടാക്കിയെടുത്തത്. അതിലാകെ കലിവുകൊണ്ടിരിക്കുകയാണ് അവർ. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വിസിറ്റിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഇന്ത്യയുടെ അമേരിക്കയുമായിട്ടുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന 500 ബില്യൺ മുകളിൽ കയറും. അത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യ. ഈ അനൗൺസ്മെന്റ് വരുന്നു. അപ്പം 2 സാമ്യമുണ്ട്. അവിടെ സിവിലിയൻസിനെ കൊന്നു, ഇവിടെ സിവിലിയൻസിനെ കൊല്ലാനും ഇവിടെ സിവിലിയൻസിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇസ്രായേലിനുണ്ടായത് ഇൻ്റലിജൻസ് വീഴ്ചയാണ്. അവർ അഡ്മിറ്റ് ചെയ്യുന്നു, അവരെതിരെ ആക്ഷൻ എടുത്തു, ആർമി ചീഫിനെ മറ്റുള്ള പല ആൾക്കാരെയും പുറത്താക്കി. ഇവിടെ ഇന്ത്യയിലും ഉണ്ടായത്, കാശ്മീരിലുണ്ടായത് ഇൻ്റലിജൻസ് ഫെയിലിയറാണ്, സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഫെയിലിയറാണ്. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും കാശ്മീരിലാണെങ്കിലും മനസ്സിലാക്കേണ്ട സംഭവം, ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിൽ പോകുന്നു, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമർനാഥ് യാത്ര ചെയ്ത് ക്ലബ് ചെയ്യുന്നില്ല ഇപ്പോഴും. അത് പല ഇൻസിഡൻറ്റ് പല ഭാഗത്തായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രമാത്രം ഇന്ത്യക്ക് പ്രാധാന്യം വരികയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടാകുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെയും പോവുകയും ചെയ്യുമ്പോൾ, സൗദിയിൽ പോവുകയും ചെയ്യുമ്പോൾ, ഇന്ത്യക്കൊരു ഗ്ലോബൽ സ്പോട്ടിൽ പെട്ടെന്ന് ഗ്ലോബലായിട്ട് ആകർഷണം ഉണ്ടായി. അതിനെ പെട്ടെന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി
വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് 1-2 ദിവസം കൊണ്ട് വളരെയധികം പ്ലാൻ ചെയ്തെടുത്ത തീരുമാനമാണ് ഈ പറയുന്ന ഫൽഗാനിലുണ്ടായ ഭീകരാക്രമണം. ഏജൻസികൾക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ കരുതിക്കൂട്ടി അവിടെ സെക്യൂരിറ്റിയും മറ്റുള്ള സംഭവങ്ങളും ടൈറ്റൻ ചെയ്യാൻ പറ്റിയില്ല? അതായത് അമിതമായ ആത്മവിശ്വാസം. ഒരിക്കലും കാശ്മീർ ടെററിസം നിലച്ചുവെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. പക്ഷെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ചില സീനിയർ ഓഫീഷ്യൽസൊക്കെ പല സെമിനാറിൽ പറയുന്നുണ്ട്. അതായത് പുതിയ ജനറേഷനിലുള്ളവരൊന്നും തന്നെ കാശ്മീർ ഭീകരന്മാരുമായിട്ടോ അതിൽ പോകാനോ താല്പര്യമില്ല. അപ്പം അങ്ങനൊരു സംഭവം ഇന്ത്യ അവിടെ ഉണ്ടാക്കിയെടുത്തു. എല്ലാ സത്യമാണ് ഈ പറയുന്നത്. ടൂറിസ്റ്റുകൾ വർദ്ധിച്ചു. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ, ഇന്ത്യൻ ടൂറിസ്റ്റുകൾ, അവിടെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. കാശ്മീരിൻ്റെ 12% GDP ഈ ടൂറിസത്തിൽ നിന്നാണ്. വളരെയധികം ടൂറിസ്റ്റുകളും എല്ലാവരും അവിടെ പോകുന്നുണ്ട്. ഒരു ഇന്ത്യയിൽ ഒരു സമ്മർ ഡെസ്റ്റിനേഷനായിട്ട് കാശ്മീർ മാറി. ഇപ്പം ഇവിടെ ഇതേപോലെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ, അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടെ പോകുമ്പോൾ, ഇപ്പം സെക്യൂരിറ്റി, അതായത് ഇൻ്റലിജൻസിൻ്റെ ആൾക്കാരും സെക്യൂരിറ്റി ഫോഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനൊരു അറ്റാക്ക് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അവിടെയാണ് ഇസ്രായേൽ ഫെയിലിയർ ആയത്. ഇപ്പം എന്തുകൊണ്ട് ഇവിടെ പറ്റിയില്ല? ഇപ്പം നേരത്തെയൊക്കെ അമേരിക്കൻ പ്രസിഡന്റും ബിൽ ക്ലിൻ്റനും ഈ പറയുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ ഇന്ത്യൻ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റുമോ? ഉണ്ട്, സംഭവം ഉണ്ടായിട്ടുണ്ട്. കാശ്മീരാണെങ്കിലും മറ്റ് പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഇതവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് കാശ്മീരിലുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ നടക്കുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയുമായിട്ട് പോകുമ്പോൾ, ചർച്ചയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ? അത് അവിടെ പൂർണ്ണമായിട്ട് ഇൻ്റലിജൻസ് ഫെയിലിയർ തന്നെയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഇസ്രായേൽ സംബന്ധിച്ച്, അതേപോലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ ആക്ഷൻ എടുക്കണം. ഇത് ചെറിയ രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് കാണണം. ഈ പറയുന്ന ഒരു മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തി മറ്റുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു. ഇപ്പം എന്ത് സന്ദേശമാണ് ഭീകരന്മാർ ഇന്ത്യയിൽ കൊടുക്കുന്നത്? ഈ ചെറിയൊരു ഇഷ്യൂ ഒന്നും അല്ലത്. കാരണം ഇന്ത്യയെ തളർത്തുക, ഇന്ത്യയുടെ പ്രോഗ്രസ് തകർക്കുക, കാശ്മീർ വീണ്ടും ഒരു മെയിൻ സ്പോട്ടായിട്ട് ഗ്ലോബലി കൊണ്ടുവരിക. ഇതിന് ശ്രമിക്കുന്ന ഇന്ത്യക്കകത്ത് ഈ ശക്തികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇതിനകത്ത് എനിക്കിതിൻ്റെ അകത്ത് ചില സജഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ഒമർ അബ്ദുള്ള വന്ന ശേഷം ഈ കാശ്മീരി പോലീസിനകത്ത് പഴയ പോലെ തന്നെ ഭീകരന്മാരെ അനുകൂലിക്കുന്നൊരു വിഭാഗം വീണ്ടും ഉണ്ടായി. ഞാൻ പറയുന്ന പോലെ ഇന്ത്യൻ ഇൻ്റലിജൻസും മറ്റുള്ളവരും പലയിടത്തുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഒമർ അബ്ദുള്ളയാണെങ്കിലും അവിടുത്തെ പ്രതിപക്ഷമാണെങ്കിലും അവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഒരു ടെറർ എന്ന് പറയുന്നൊരു സാധനം അവരുടെ മനസ്സിലുണ്ട്. അവിടെയുള്ള പോലീസുകാർക്കാണെങ്കിലും ഗവൺമെൻറ് സർവൻസിലൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായമാണ്, അതായത് കാശ്മീർ എന്ന് പറയുന്ന സംഭവം, ആ സ്റ്റേറ്റ്, അതിനെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ കൊണ്ടുവരിക. അവിടെ ഇലക്ഷൻ നടത്തി പെട്ടെന്ന് സുപ്രീം കോർട്ട് വിധി എന്നൊക്കെ പറയുന്നത്, അതിനെ താൽക്കാലികമായിട്ട് ഏകദേശം വളരെ നാൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഗവർണർ ഭരണത്തിൽ അത് നിൽക്കണം. കാരണം അവിടുത്തെ ആ പോലീസിനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ അവിടെ ലോക്കൽസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ഇവർ ഈ വനത്തിലോട്ടൊക്കെയാണ് ഓടിപ്പോയേക്കുന്നത്. ഇതിന് പുറമേ നിന്നുള്ള സപ്പോർട്ടുണ്ട്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടി. അല്ലെങ്കിൽ 100 റൗണ്ട് ഒരു 2-3 ടെററിസ്റ്റുകൾ വന്ന് ആൾക്കാരെ മാറ്റി നിർത്തി ഫയർ ചെയ്യുക എന്ന് പറയുന്നത്, അതായത് സെക്യൂരിറ്റി അപ്പാരറ്റസിൻ്റെ മുഴുവനും അതിനകത്ത് ലൂപ്പ് ഹോൾസ് മുഴുവനും കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനെപ്പറ്റി ഈ വലിയ പ്രകമ്പനം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരുത്താൻ പഠിക്കണം. കാരണം ഇതിനകത്ത് എന്തുവാണ് പ്രശ്നമുണ്ടായത്?
അവിടെ ഭരിക്കുന്ന സ്റ്റേറ്റും അവിടുത്തെ പോലീസും ഇവർക്ക് എത്രമാത്രം പങ്കുണ്ട്, അവിടെയുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എത്രമാത്രം പങ്കുണ്ട്, അവരിപ്പോഴും എത്ര ശതമാനം ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബ ആണെങ്കിലും പുതിയ ഔട്ട്ഫിറ്റിനെ അവരെ സഹായിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഗവർണർ ഭരണം ഇരുന്ന സമയത്ത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു തല പൊക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ സിവിലിയൻസിനെ ഇത്രയും പേര് കൊന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കൊന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സെക്യൂരിറ്റി അപ്പാരറ്റസ് ഈ പറയുന്ന പോലെ വിജയിച്ചു, ഈ പറയുന്ന പോലെ പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. കാരണം ഇതേപോലുള്ള ഇൻസിഡൻറ്റും പല കാര്യങ്ങളും ഫോർകാസ്റ്റ് ചെയ്ത് ഇന്ത്യ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ നടക്കുമ്പോൾ ഇതേപോലെയുള്ള അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ പറയുന്ന ടെററിസ്റ്റിനുണ്ട്. ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ എത്രമാത്രം കാശ്മീരിനെ പറ്റി പറയുവാണെങ്കിലും അപ്പം അവിടെ ഇത്ര ശതമാനം ആൾക്കാർ ഇത് ടെററുകളെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പോലീസാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അവിടെയാണ് സെൻട്രൽ ഗവൺമെൻറ് ശക്തമായ രീതിയിൽ ആക്ഷൻ എടുക്കേണ്ടത്. എനിക്ക് ഫറൂഖ് അബ്ദുള്ള ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്ന, അതായത് ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും ഈ അവിടുത്തെ പ്രതിപക്ഷ ആ പാർട്ടികൾ പറയുന്നതിന് 1% പോലും എനിക്ക് വിശ്വാസമില്ല. കാരണം ഇവരെല്ലാം ബേസിക്കലി ഈ പറയുന്ന കാശ്മീർ ടെററുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പം അവിടെ ഞാൻ പഴയ പല സജഷൻസും പല ആൾക്കാരും പറഞ്ഞ് ഞാനത് വീഡിയോ രൂപത്തിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇസ്രായേൽ ചെയ്ത പോലെ അവിടെ പറയുന്ന ഹിന്ദു സെറ്റിൽമെൻറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അവിടെയുള്ള കാശ്മീർ വാലി അവിടെയുള്ള ഏകദേശം 10 മുതൽ 15% അവിടെ ഹിന്ദു സെറ്റിൽമെൻ്റ് ആയാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഗവൺമെൻറ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട. കാരണം നമ്മൾ ഈ പറയുന്ന എത്രമാത്രമാണ് നമ്മൾ ടെററിസ്റ്റുകളെ അവിടെയുള്ള ജനങ്ങളെ അവർക്കകത്ത് ടെറർ മോഡ്യൂൾസ് കയറുമ്പോഴും ഇതിനൊക്കെ തടയാനൊരു പരിമിതിയുണ്ട്. പക്ഷേ അവിടെ ഈ ഹിന്ദു പോപ്പുലേഷൻ അവിടെ കൂടുവാണെങ്കിൽ, അതായത് ഇത് 10-15% വരികയാണെങ്കിൽ, അതേപോലെ അവിടെ ജോലികളിലൊക്കെ ഈ പറയുന്ന ഹിന്ദുക്കൾ കയറി വരുവാണെങ്കിൽ, കാരണം ഈ പഹാഡീസിന് ഒത്തിരി ചാൻസ് കിട്ടി, അതേപോലെ അവിടെ ഹിന്ദുക്കൾക്കും ചാൻസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് കർബ് ചെയ്യാൻ പറ്റൂ, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. കാരണം ഇസ്രായേൽ ചെയ്ത മോഡസ് ഓപ്പറൻഡി തന്നെയാണ് ഈ കാശ്മീരിലും ഇന്ത്യ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിന് ഏറ്റവും ദുഃഖമെന്ന് പറയുന്നത് ഇന്നസെൻറ്റ് സിവിലിയൻസ്, അതായത് ടൂറിസ്റ്റുകളായി പോയവർ, അവർക്ക് ഈ ഗതികേട് വന്നു. അപ്പം അതിനകത്ത് പൂർണ്ണമായിട്ടും അവരുടെ ബന്ധുമിത്രാദികളോടുകൂടി ആ ഇഞ്ചേർഡ് ആയിട്ട് എത്രയും വേഗം റിക്കവറി ചെയ്യുവാൻ അതായത് ഗവൺമെൻറ് ശക്തമായ രീതിയിൽ ഈ ടെററിസത്തിനെതിരെ 0 ടോളറൻസ് ആണ് ഉള്ളൂ, അല്ല വേറൊന്നും പാടില്ല. അതുപോലെ ശരിക്കും റിട്ടാലിയേഷൻ നടത്തണം. ഇസ്രായേൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. അല്ലാതെ ഇതിന് യാതൊരു പോംവഴിയില്ല. ആ രീതി ചെയ്താൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് വീണ്ടും ടെററിസ്റ്റുകൾ തല ഉയർത്താൻ തുടങ്ങി. ഇവിടെ ശക്തമായ ആക്ഷനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്.